മാവേലിക്കര പല്ലാരിമംഗലം ശ്രീ വല്ലഭക്കാവ് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാനമായ സർപ്പംതുള്ളൽ ചടങ്ങ് തിങ്കളാഴ്ച നടക്കും. നാഗദേവതകളുടെ പ്രീതിക്കായിട്ടാണ് താന്ത്രിക നിർദ്ദേശപ്രകാരം സർപ്പംതുള്ളൽ ചടങ്ങ് നടത്തുന്നത്. മാവേലിക്കര പല്ലാരിമംഗലം ശ്രീ വല്ലഭക്കാവ് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ അനുഷ്ഠാന സർപ്പംതുള്ളൽ ചടങ്ങ് മാർച്ച് 10 തിങ്കളാഴ്ച വൈകിട്ട് 7:30 മുതൽ രാത്രി 10:30 വരെ സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അമ്മേ ശരണം, ദേവി ശരണം, ശ്രീ വല്ലഭക്കാവ് മണ്ണടി ഭഗവതി ശരണം. ഭക്തജനങ്ങളെ, ഞങ്ങളുടെ ഏതാണ്ട് 900 വർഷത്തിൽ മേൽ ആരാധന നടക്കുന്ന അറിവുള്ള കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുണ്യപുരാതനമായ മണ്ണടി ഭഗവതി ക്ഷേത്രവും അവിടുത്തെ തന്ത്രികളാൽ പ്രതിഷ്ഠ നടത്തിയ ദേവിയാണ്. ഈ കാവിന് ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാവാണ് ശ്രീ തൊണ്ണൂറ്റിത്തഴയിൽ ശ്രീ വല്ലഭക്കാവ് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾക്ക് ഏതാണ്ട് 4-5 തലമുറ മുൻപ് ഇവിടെ നടത്തിയ ആചാരങ്ങളെ ഒന്ന് അനുഷ്ഠാനങ്ങളൂടെ നടത്താൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ താന്ത്രിക ജ്യോതിഷ പ്രകാരം ആ വിധികൽപ്പിതമായതാണ് ഇവിടുത്തെ കാവിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം 1 വർഷത്തിനകം ഇടവമാസത്തിലാണ് ഇനിയും ഞങ്ങളുടെ വാർഷിക കലശപൂജ നടക്കുന്നത്. അതിനു മുമ്പ് നടത്തേണ്ട സർപ്പംതുള്ളൽ പുണ്യ മഹാമഹ കർമ്മമാണ് തിങ്കളാഴ്ച 10-ാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഈ പ്രദേശത്ത് കഴിഞ്ഞ 4-50 വർഷത്തിനകം നടന്നതായി അറിവില്ല. അത്ര പുരാതനമായ അനുഷ്ഠാനങ്ങളോടുകൂടി ഞങ്ങളുടെ പുള്ളുവ പുരോഹിതൻ എന്ന് പറയുന്നത് വാത്തുകുളം ഗോപകുമാർ ആണ്. ഗോപൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടക്കുന്നത്. ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇവിടുത്തെ തന്ത്രിയാണ് അന്നത്തെ പൂജ. അത് ഞങ്ങളുടെ ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരി അവർകളാണ്. മണ്ണടി താന്ത്രിക പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് അന്ന് ക്ഷേത്രം തുറന്ന് ഇവിടുത്തെ പൂജകൾ കാര്യങ്ങൾ നടത്തുന്നത്. വൈകിട്ട് 7:30 മുതൽ രാത്രി 10:30 വരെയാണ് ഈ സർപ്പംതുള്ളൽ നടക്കുന്നത്. ജൂണിൽ നടക്കുന്ന വാർഷിക കലശപൂജയ്ക്ക് മുമ്പ് സർപ്പക്കാവിൽ കുടികൊള്ളുന്ന നാഗദേവതകളുടെ പ്രീതിക്കായിട്ടാണ് താന്ത്രിക നിർദ്ദേശപ്രകാരം സർപ്പംതുള്ളൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രപൂജകൾ, ദീപാരാധന എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടക്കും. സർപ്പക്കാവിലെ നാഗത്തറയിൽ പുള്ളുവ പുരോഹിതന്മാർ പഞ്ചവർണ്ണ പൊടിയിൽ തീർക്കുന്ന സർപ്പക്കളത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. CDNet ന്യൂസ്, മാവേലിക്കര.